ഈ ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. പുത്തൻചിറയിൽ 2020 പാർട്ടി പ്രതിനിധിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചില്ല. പൊട്ടിക്കരഞ്ഞ് സ്ഥാനാർത്ഥി. ചാലക്കുടിയിൽ ഇരുമുന്നണികൾക്കും വിമതശല്യം രൂക്ഷം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച. ഇരിഞ്ഞാലക്കുടയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് അല്പസമയത്തിനകം കൊടിയിറങ്ങും. കപ്പിൽ മുത്തമിടാൻ ഇരിഞ്ഞാലക്കുട. സമഗ്ര കവറേജിനുള്ള പുരസ്കാരം TCVക്ക്. വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചുപിടിക്കാനെത്തിയ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ആലുവ പാനായിക്കുളം സ്വദേശി സോളമനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കാറിന്റെ ബോണറ്റിൽ പിടിച്ച് തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച സോളമനെയും കൊണ്ട് കാർ ഓടിച്ചത് 7 കിലോമീറ്ററോളം. മാള പോസ്റ്റ് ഓഫീസിന്റെ കെട്ടിടത്തിന് തീപിടിച്ചു. ഫയലുകളും ഫർണിച്ചറുകളും കത്തിനശിച്ചു. കയ്പമംഗലത്ത് അമിത വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് വീടിനുള്ളിലെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച നടക്കും. തുടർന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക വരണാധികാരികൾ പ്രസിദ്ധീകരിക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 24 അന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകും. മലയാളം അക്ഷരമാല ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് ബാലറ്റിൽ ഉൾപ്പെടുത്തുക. 2 ഘട്ടങ്ങളിലായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒന്നാം ഘട്ടത്തെ വോട്ടെടുപ്പ് ഡിസംബർ 9-നും 2ാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-നും നടക്കും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ ചാലക്കുടിയിൽ ഇരുമുന്നണികൾക്കും വിമതശല്യം രൂക്ഷം. പരിയാരം കൊരട്ടി പഞ്ചായത്തുകളിൽ പല വാർഡുകളിലും കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥികളുണ്ട്. പരിയാരത്ത് 7 വാർഡുകളിൽ വിമത സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനെ വലയ്ക്കുന്നു. കുറ്റിക്കാട് ബ്ലോക്ക് ഡിവിഷനിലും റിബലുണ്ട്. വേളൂക്കരയിൽ CPI സ്ഥാനാർത്ഥി ടെൻസൻ വട്ടോലിക്കെതിരെ നിലവിലെ പഞ്ചായത്ത് അംഗം ഷിജു പത്രിക സമർപ്പിച്ചു. CPM അനുഭാവിയായ ഷിജു കഴിഞ്ഞ തവണയും വിമത സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ച് വിജയിച്ചത്. കൊരട്ടി പഞ്ചായത്തിൽ 9 സ്ഥലത്താണ് UDFന് ഭീഷണിയായി റിബൽ സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ സ്ഥിരം സമിതി അധ്യക്ഷയുമായ കുമാരി ബാലൻ മത്സരിക്കുന്നത് CPMനെയും വെട്ടിലാക്കി. കാടുകുറ്റി പഞ്ചായത്തിൽ വൈന്തല വാർഡിൽ CPM CPI സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയതും LDFിൽ ഭിന്നതയുണ്ടാക്കുന്നു. ചാലക്കുടി നഗരസഭയിൽ മൈത്രി നഗറിൽ കോൺഗ്രസിന്റെ നിലവിലെ കൌൺസിലർ ജോർജ് തോമസിനെതിരെ മറ്റൊരു കോൺഗ്രസ് നേതാവ് ബിൽഫി പത്രിക നൽകി. ആര്യ വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പത്രിക നൽകിയത് UDFന് മറ്റൊരു പ്രതിസന്ധിയായി. TCV ന്യൂസ്, ചാലക്കുടി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ ചേലക്കര മേഖലയിൽ മുന്നണികൾക്ക് തലവേദനയായി വിമതപ്പട. കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPI നേതാവുമായിരുന്ന PR വിശ്വനാഥൻ പാറമേൽപ്പടി വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. പഴയന്നൂരിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PC മനോജ് BJPയിലേക്കാണ് ചേക്കേറിയത്. ബ്ലോക്ക് ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥിയാണ് മനോജ്. കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് സെക്രട്ടറി സുരേഷ് ബാബു പട്ടിപ്പറമ്പ് CPIയിൽ അഭയം തേടി. ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന കുണ്ടുകാട് ഉന്നതിയിലെ മറ്റൊരു സുരേഷ് ബാബു കോൺഗ്രസിലേക്കെത്തി തിരുവല്ലോമല ഡിവിഷനിൽ ബ്ലോക്ക് സ്ഥാനാർത്ഥിയുമായി. തിരുവല്ലോമലയിലെ മഹിളാ കോൺഗ്രസ് നേതാവ് മായ CPMൽ ചേർന്നു. CPI മുൻ ലോക്കൽ കമ്മിറ്റി അംഗം കാർത്തിക് BJPയിൽ ചേർന്ന് 1ാം വാർഡ് കുത്താമ്പുള്ളിയിൽ ജനവിധി തേടുന്നു. CPI മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ആനപ്പാറ ചന്ദ്രനും BJPയിലേക്ക് ചേക്കേറി. ഇതിനിടയിൽ 2 വർഷം മുൻപ് CPIയിലേക്ക് പോയ ശേഷം മാപ്പപേക്ഷ നൽകി തിരിച്ചുവന്ന നേതാവുമുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന വിനോദ് പുളിക്കലാണ് തിരിച്ചുവന്നത്. TCV ന്യൂസ്, തിരുവല്ലോമല. മാള പുത്തൻചിറയിൽ 2020 പാർട്ടി പ്രതിനിധിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചില്ല. ഇതേ തുടർന്ന് സ്ഥാനാർത്ഥിയാകാനെത്തിയ വിജയലക്ഷ്മി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പൊട്ടിക്കരഞ്ഞു. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തുവെന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് പത്രിക തള്ളിയത്. പഞ്ചായത്തിലെ 14ാം വാർഡിലെ താമസക്കാരിയായ ഇവർ വീടിന്റെ പണി നടക്കുന്നതിനാൽ 11ാം വാർഡിൽ വാടക വീട്ടിലാണ് താമസമെന്ന് പാർട്ടി നേതാക്കൾ പറയുന്നു. ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ട് ജില്ലാ കളക്ടറോട് തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു എങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയില്ല എന്ന സാങ്കേതിക പ്രശ്നം പഞ്ചായത്ത് സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു.
എരുമപ്പെട്ടി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് റിബലായി പ്രമുഖ നേതാവ് മത്സരരംഗത്ത്. പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഗോവിന്ദൻകുട്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എം സലീമാണ് UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. അതേസമയം പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചതായി കെ ഗോവിന്ദൻകുട്ടി അറിയിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ PS ബാലകൃഷ്ണൻ, ജോസ് തിപ്പല്ലൂർ, KK മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. വിജയസാധ്യതയും പരിശോധിക്കാറുണ്ട്. അത്തരം ഒരു നടപടിയും ഇവിടെ ഇപ്രാവശ്യം ഉണ്ടായില്ല. അപ്പോൾ അതിൽ ഞങ്ങളുടെ വാർഡിലുള്ള പ്രവർത്തകർക്കും വാർഡ് പ്രസിഡന്റിനുള്ള പ്രതിഷേധം അവിടെ അറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ കോർ കമ്മിറ്റിക്ക് മുമ്പാകെ വിളിച്ചപ്പോൾ ഞാൻ ആ വിഷയം അവതരിപ്പിച്ചു. വാർഡ് കമ്മിറ്റിയുടെ ഇത്തരം അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഒന്നും പരിഗണിക്കാതെ വിജയസാധ്യത നോക്കിയിട്ട് ആ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതാണ് തുടക്കം മുതൽ എല്ലാ തലത്തുനിന്നും KPC തലത്തുനിന്നും DC തലത്തുനിന്നൊക്കെ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരുന്നു. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അത്തരത്തിൽ താഴെത്തട്ടിലേക്കുള്ള ഒരു അന്വേഷണവും നടത്താതെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതും. ഇരിഞ്ഞാലക്കുടയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിനോടനുബന്ധിച്ചുള്ള മത്സര ഇനങ്ങൾ അല്പസമയത്തിനകം പൂർത്തിയാകും. സമാപന സമ്മേളനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട ഉപജില്ലാ സ്വർണ്ണക്കപ്പ് ഉറപ്പിച്ചു. സമഗ്ര കവറേജിനുള്ള പുരസ്കാരം TCVക്ക് ലഭിച്ചു. വിജയിച്ച കുട്ടികൾക്കും ഈ വർഷത്തെ പ്രത്യേകത അതുകൊണ്ട് തന്നെ 36ാമത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമഗ്ര കവറേജിനുള്ള പ്രത്യേക പുരസ്കാരവും TCVക്കാണ്. ഈ മംഗളവേളയിൽ സമഗ്ര റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ TCV സീനിയർ ബ്യൂറോ ചീഫ് മുകേഷ് ലാലിനെയും സഹപ്രവർത്തകരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിജിത്ത്, എങ്ങനെയായിരുന്നു സമാപന സമ്മേളനത്തിന്റെ ഒരു സാഹചര്യം? ഒപ്പം ഓരോ വിജയികളും അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ടീം TCVക്കും അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഇത്രയും ദിവസത്തെ അധ്വാനത്തിന് വലിയ രീതിയിലുള്ള ഒരു അംഗീകാരവും സ്നേഹവും ലഭിക്കുമ്പോൾ? തീർച്ചയായും ബൈജു, വളരെ ആഹ്ലാദപരമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളടക്കം കടന്നു പോകുന്നത്. കാരണം 4 നാൾ നീണ്ടു നിന്ന കലോത്സവം അത് കലാനഗരിയിൽ കൊട്ടിക്കലാശിക്കുമ്പോൾ ഒട്ടേറെ പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു വേദിയായി ഇരിങ്ങാലക്കുട കലോത്സവം മാറി എന്ന് നിസ്സംശയം പറയാം. ഒപ്പം തന്നെ ഇപ്പൊ ഒട്ടനവധി കുട്ടി പ്രതിഭകൾ വളർന്നു വരുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലൊക്കെ തന്നെ അവസരമായി കാണുന്ന ചിലരുണ്ടെങ്കിൽ പോലും അപ്പുറത്തേക്ക് നോക്കുമ്പോൾ UP വിഭാഗത്തിൽ സംസ്ഥാന തലത്തിലേക്ക് ഉയർന്നു വരുന്ന പ്രതിഭകളെ നമ്മൾ ഇവിടെ കണ്ടു. അങ്ങനെ കലയുടെ സംഗമ ഭൂമി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഇരിങ്ങാലക്കുടയിൽ ഇത്തരത്തിലൊരു ജില്ലാ കലോത്സവം നടക്കുമ്പോൾ അതിനെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലായിരുന്നു എല്ലാവിധ കലകളുടെയും സംഗമ ഭൂമിയായ റവന്യൂ ജില്ലാ കലോത്സവം മാറിയത്. എന്തായാലും ഇപ്പോൾ ഒരു വേദിയിലാണ് ഏതാനും നിമിഷങ്ങൾക്കകം മത്സരങ്ങൾ പര്യവസാനിക്കാനുള്ളത്. സമയക്രമത്തിന്റെ ഒരു പ്രശ്നമാണ് അവിടെ നേരിട്ടത്. ഇപ്പോൾ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എല്ലാവർക്കും ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നിപ്പോഴും സ്വർണ്ണ കപ്പിന് ഉടമകളായ ടീമിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള ഒരു കാലതാമസം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം അടക്കം ഇപ്പോൾ വേദിയിലുണ്ട്. ഇപ്പോൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള അതിഥികൾ അല്ലെങ്കിൽ സംഘാടകരൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദിയിൽ നമുക്കറിയുന്നത് പോലെ ഏറെ വൈകിയത് കൊണ്ട് കുറച്ച് ആളുകളൊക്കെ തന്നെ ദൂരെയുള്ള കുട്ടികളും അധ്യാപകരും ഒക്കെ മടങ്ങിയെങ്കിൽ പോലും ഇപ്പോൾ സമാപന വേദി ഇപ്പോഴും സജീവമായി പോകുകയാണ്. അല്പസമയത്തിനകം ആ ഒരു ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം കൂടി നടത്തിയ ശേഷം ജില്ലാ കിരീടത്തിന് ഉടമകളായ ആതിഥേയരായ ഇരിങ്ങാലക്കുടയെ വിജയികളായി പ്രഖ്യാപിക്കും. കാരണം ഇപ്പോൾ വ്യക്തമായ ലീഡോടുകൂടി ആതിഥേയരായ ഇരിങ്ങാലക്കുട ഉപജില്ല
ജില്ലയുടെ സ്വന്തം സ്വർണ്ണക്കപ്പിൽ ജേതാക്കളാകും. 989 പോയിന്റാണ് ഇപ്പോൾ നിലവിൽ ഇരിങ്ങാലക്കുടയ്ക്കുള്ളത്. അവസാനത്തെ മോഹിനിയാട്ടമാണ് നടക്കുന്നത് വേദിയിൽ. മോഹിനിയാട്ടത്തിന്റെ ഫലപ്രഖ്യാപനം കൂടി വരുമ്പോൾ ഏകദേശം എ ഗ്രേഡ് എല്ലാ വിധത്തിലും ഉറപ്പിക്കുന്നതുകൊണ്ട് ഒരു 5 പോയിന്റ് കൂടി എന്തായാലും പ്രതീക്ഷിക്കുന്നു ഇരിങ്ങാലക്കുട. അപ്പോൾ പോലും ഒന്നാം സ്ഥാനത്തിന് കോട്ടം തട്ടില്ല എന്ന് 100% ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മാത്രമാണ് ഇനിയും അവസരമുള്ളത്. ഇരിങ്ങാലക്കുടയാണ് ഇപ്പോൾ ആതിഥേയരായ ഇരിങ്ങാലക്കുട സ്വർണ്ണക്കപ്പിൽ മുത്തമിടും. അവരായിരിക്കും ജേതാക്കൾ. തൊട്ടു പിന്നിലായിട്ട് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് തൃശൂർ ഈസ്റ്റ് ഉപജില്ല 945 പോയിന്റോട് രണ്ടാം സ്ഥാനത്തുള്ളപ്പോൾ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന തൃശൂർ വെസ്റ്റിനെ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് കുന്നംകുളം ഉപജില്ല 937 പോയിന്റോടുകൂടി 3ാം സ്ഥാനത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇത് അവസാനത്തെ ഒരു ഫലനിർണ്ണയം കൂടി വരണം, എന്നാൽ മാത്രമേ പോയിന്റുകളിലെ വ്യത്യാസം മനസ്സിലാക്കിയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സൈറ്റുകൾ ഉള്ളത് കുന്നംകുളം 3ാം സ്ഥാനവും തൃശൂർ ഈസ്റ്റ് 2ാം സ്ഥാനവും ഇരിങ്ങാലക്കുട തങ്ങളുടെ അപ്രമാദിത്യം തുടർന്ന് 989 പോയിന്റോട് കൂടി 1ാം സ്ഥാനത്ത് തുടരുകയാണ്. നേരത്തെ ബൈജു സൂചിപ്പിച്ച പോലെ തന്നെ അഭിമാന നിമിഷമാണ് TCBക്കും. 4 നാൾ നീണ്ടു നിന്ന കലോത്സവത്തിൽ എല്ലാവിധമായ സമഗ്ര കവറേജുകളിലൂടെയും നമ്മൾ ലൈവായും പ്രോഗ്രാമുകളിലൂടെയും കലോത്സവ വാർത്തകളിലൂടെയും നമ്മൾ നിറഞ്ഞു നിന്നു. ഓരോ കുട്ടികളുടെയും അല്ലെങ്കിൽ കുഞ്ഞു പ്രതിഭകളുടെയും ഒക്കെ തന്നെ മാറ്റളന്ന വേദിയിൽ അവരുടെ കലാപ്രകടനങ്ങൾ വേദിക്കപ്പുറത്തേക്ക്, ഈ ഇരിങ്ങാലക്കുടയ്ക്കപ്പുറത്തേക്ക് ജില്ലയിൽ ഉടനീളം എത്തിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ അധികം അപ്പുറത്തേക്ക് അവരെ എത്തിച്ചു എന്നുള്ളതിൽ അഭിമാനമാണ്. അതിനുള്ളൊരു അംഗീകാരമാണ് ഇപ്പോൾ ഈ വേദിയിൽ നമുക്ക് സമ്മാനിച്ചത്. കാരണം നമ്മൾ ചെയ്ത അല്ലെങ്കിൽ ഈ പ്രതിഭകൾക്ക് നൽകിയ പിന്തുണയ്ക്കുള്ള ഒരു അംഗീകാരം കൂടിയായി നമ്മൾ അതിനെ കാണുന്നു. എന്തായാലും നമ്മുടെ ബ്യൂറോ ചീഫ് കൂടിയായ മുകേഷ് ലാലിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ്, പ്രോഗ്രാമിന്റെ സൂരജ് പ്രൊഡ്യൂസറുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇത്രയും അധികം ഒരു വിജയം സമ്മാനിക്കുന്നതിന് നമ്മളെ മുന്നിൽ നിന്ന് നയിച്ചവർ. എന്തായാലും അത്തരത്തിൽ വലിയൊരു അഭിമാന നിമിഷവും നമുക്ക് ഇരിങ്ങാലക്കുടയിൽ നിന്നും സമ്മാനിക്കുകയുണ്ടായി. ആ ട്രോഫി ഏറ്റുവാങ്ങി നമ്മൾ എല്ലാവരും കൂടി ഏറ്റുവാങ്ങി. എന്തായാലും അത് എല്ലാ ടീമംഗങ്ങൾക്കുമുള്ള ഒരു അംഗീകാരം കൂടിയായി ഈ നിമിഷം കണക്കാക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കലാശ കൊട്ടിന് ഇപ്പോൾ ഇരിങ്ങാലക്കുട വേദിയായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി സ്വർണ്ണ കിരീടം സ്വർണ്ണ കപ്പ് വിജയികൾക്ക് സമ്മാനിക്കും. ബൈജു. ശരി അഭിജിത്ത്, വിവരങ്ങൾ നൽകിയതിന്. ഇരിഞ്ഞാലക്കുട റവന്യൂ ജില്ലാ കലോത്സവത്തിലെ സ്വർണ്ണക്കപ്പിൽ മുത്തമിടും എന്നുള്ളത് നിശ്ചയമായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അഭിജിത്ത് നൽകിയത്. ഒപ്പം ടീം TCBയുടെ കൂട്ടായ്മയോടെയുള്ള ഒത്തൊരുമയോടെയുള്ള തികഞ്ഞ സമർപ്പണത്തോടെയുള്ള അധ്വാനത്തിന് വലിയ അംഗീകാരം കലോത്സവ സംഘാടകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നു. കലോത്സവത്തെ ഒരു വലിയ വിജയമാക്കി മാറ്റുന്നതിൽ, നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും അരികിലേക്ക് കലോത്സവ കാഴ്ചകൾ എത്തിക്കുന്നതിൽ TCB വഹിച്ച പങ്ക് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടുന്നതിൽ നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു മുഹൂർത്തം കൂടിയാണ്. മറ്റു വാർത്തകളിലേക്ക് പോകാം. റവന്യൂ ജില്ലാ കലോത്സവത്തിൽ തിരുവാതിര മത്സരത്തിലും വിധി നിർണയത്തെ ചൊല്ലി തർക്കമുണ്ടായി. ടൗൺഹാളിൽ അരങ്ങേറിയ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ തിരുവാതിര മത്സരത്തിന്റെ വിധി നിർണയത്തെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. 2 മത്സരങ്ങളിലും 3 വർഷമായി ഒരേ സ്കൂളിനാണ് തിരുവാതിരയിൽ 1ാം സ്ഥാനം നൽകുന്നത് എന്ന് മറ്റ് മത്സരാർത്ഥികളും അധ്യാപകരും ആരോപിച്ചു. ഇരിഞ്ഞാലക്കുട പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കുകയായിരുന്നു. ഇടവേള. ഒരു വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ചാനൽ എന്നുള്ളൊരു പരിമിതി ന്യൂസ് മലയാളത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. RDX എന്ന പ്രോഗ്രാം 8 മണിക്ക് അത് കാണുന്നുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചാനലാണ്. വീട്ടുകാരെല്ലാവരും കാണലുണ്ട്. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ തോന്നിയത് വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ന്യൂസ് ഇതാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളം പറയുന്നു, എല്ലാരും കാണുന്നത് ന്യൂസ് മലയാളം. ചില
യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചുപിടിക്കാനെത്തിയ യുവാവിനെ കാർ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കാറിന്റെ ബോണറ്റിൽ തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച ആലുവ പാനായിക്കുളം സ്വദേശി കുടിയൻ വീട്ടിൽ സോളമനെയും കൊണ്ട് കാർ ഓടിച്ചത് 7 കിലോമീറ്റർ ദൂരം. എരുമപ്പെട്ടിയിലാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞ യുവാവിനെ രക്ഷപ്പെടുത്തി. പോട്ടൂർ സ്വദേശി നാലകത്ത് വീട്ടിൽ ബക്കറാണ് കാർ ഓടിച്ചിരുന്നത്. ബക്കറിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 20-നാണ് ബക്കർ വിവാഹ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് സോളമന്റെ കാർ റെന്റിനെടുത്തത്. പിന്നീട് കാർ തിരികെ നൽകാൻ തയ്യാറായില്ല. സോളമൻ ബിനാനിപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. GPS ലൊക്കേഷൻ നോക്കി അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ കാർ എരുമപ്പെട്ടി വെള്ളറക്കാട് പ്രദേശത്ത് കാണുകയും തടയുകയും ചെയ്തു. ഇതിനിടയിലാണ് കാർ മുന്നോട്ടെടുത്ത് സോളമനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചത്. രക്ഷപ്പെടാൻ വേണ്ടി സോളമൻ കാറിന്റെ ബോണറ്റിലേക്ക് ചാടിക്കയറി വൈപ്പറിൽ തൂങ്ങി പിടിച്ചു കിടന്നു. എന്നാൽ കാർ നിർത്താതെ ബക്കർ അതിവേഗത്തിൽ ഓടിച്ച് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്നു. ഇതിനിടയിൽ സോളമൻ ദൃശ്യങ്ങൾ തന്റെ മൊബൈൽ ഫോണിൽ പകർത്തി. ഒക്ടോബർ മാസം 30 കല്യാണാവശ്യം എന്ന് പറഞ്ഞിട്ട് വണ്ടി കൊണ്ടുപോയ വണ്ടിയാ. ഈ വണ്ടി കാണാതായിട്ടാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം ഇവിടെ വെച്ച് ഈ വണ്ടി കണ്ടപ്പോ ഞാൻ വട്ടം നിന്നു സംസാരിക്കാൻ പോയ ആളെ ഇടിച്ചിട്ടു. അപ്പൊ ആ ഇടിച്ചിരുന്ന പുറത്ത് ഞാൻ ഈ വണ്ടിയുടെ മുകളിലേക്ക് ചാടി കയറി. ആ കണ്ടീഷനിൽ തന്നെ ഒരു 10 കിലോമീറ്റർ ഓടിച്ചു പുള്ളി. പിന്നെ ഇവിടെ നാട്ടെല്ലാം കൂടി വട്ടം ചേർന്നിട്ടാണ് ഈ വണ്ടി പിടിച്ചിരുത്തിയതും എല്ലാം. ഇപ്പൊ എനിക്ക് ജീവൻ രക്ഷിച്ചിട്ട് അതിങ്ങനെ കൊന്നാണ് ഇയാളുണ്ട്. നാട്ടുകാർ പലയിടത്ത് വെച്ച് കാർ തടയാൻ ശ്രമിച്ചെങ്കിലും ബക്കർ കാർ നിർത്തിയില്ല. തുടർന്നാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞത്. സംഭവത്തെക്കുറിച്ച് എരുമപ്പെട്ടി പോലീസ് വിശദാന്വേഷണം നടത്തി വരികയാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. മാള പോസ്റ്റ് ഓഫീസിന്റെ കെട്ടിടത്തിന് തീപിടിച്ച് ഫയലുകളും ഫർണിച്ചറുകളും കത്തിനശിച്ചു. ഓഫീസ് കെട്ടിടത്തിന്റെ പിൻഭാഗത്താണ് വെള്ളിയാഴ്ച രാവിലെ 6ഓടെ ആദ്യം തീ കണ്ടത്. മാളയിൽ ജൂത ആവാസത്തിന്റെ ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടത്തിലാണ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് ഓടുമെഞ്ഞ മേൽക്കൂരയിലാണ് തീ കണ്ടത്. തകർച്ചയിലുള്ള കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് ചോർച്ച തടയുന്നതിനായി പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞിട്ടുണ്ട്. കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളിൽ നിന്നുള്ള കരിയിലകൾ ഈ ഭാഗത്ത് കൂടിക്കിടക്കുന്നുണ്ടെങ്കിലും തീ പിടിച്ചിരുന്നില്ല. പഴയ കെട്ടിടത്തിൽ ഇറക്കിയെടുത്ത ഭാഗത്ത് ആദ്യം തീ കണ്ടത് ചുമട്ടുതൊഴിലാളിയായിരുന്നു. ഉടനെ തന്നെ പോലീസിലും അഗ്നിരക്ഷാസേനയിലും അറിയിച്ചു. എന്നാൽ പോസ്റ്റൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പർ പുറത്തു പ്രദർശിപ്പിക്കാത്തതിനാൽ ആദ്യം ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പോലീസും അഗ്നിരക്ഷാസേനയും എത്തിയാണ് വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി തീ അണച്ചത്. തീയും പുകയും വ്യാപിച്ചതോടെ നിരവധി ഫയലുകളാണ് നശിച്ചത്. തീ പിടിക്കാനുണ്ടായ കാരണം വ്യക്തമായിട്ടില്ല. പോസ്റ്റൽ വകുപ്പ് ഇരിങ്ങാലക്കുട ഡിവിഷൻ ഉദ്യോഗസ്ഥരും മാള പോലീസും പരിശോധന നടത്തി. നഷ്ടം കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോസ്റ്റൽ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. TCV ന്യൂസ്, മാള. കയ്പമംഗലത്ത് അമിത വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് വീടിനുള്ളിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. കണ്ടേങ്ങാട്ടിൽ സാജന്റെ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളാണ് കത്തിനശിച്ചത്. KSEBയുടെ 33 kV ടവർ ലൈനിൽ നിന്നാണ് അമിത വൈദ്യുതി പ്രവാഹമുണ്ടായത്. കാക്കയ്ക്ക് ഷോക്കേറ്റതിനെ തുടർന്നാണ് സംഭവമെന്ന് സംശയിക്കുന്നു. സാജന്റെ വീടിനോട് ചേർന്നാണ് 33 kV ടവർ ലൈൻ കടന്നുപോകുന്നത്. ഇതിൽ കാക്കയിടിച്ച് ഷോക്കേറ്റ് വീഴുകയായിരുന്നു. ഇതോടെ അമിത വൈദ്യുതി പ്രവാഹമുണ്ടാവുകയും വീട്ടിലെ വൈദ്യുതി മീറ്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കത്തിനശിക്കുകയുമാണ് ഉണ്ടായത്. സംഭവസമയം വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉഗ്രശബ്ദത്തോടെയാണ് പൊട്ടിത്തെറിയുണ്ടായതെന്ന് വീട്ടുകാർ പറഞ്ഞു. 1 വർഷം മുൻപും സമാനമായ രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം അപകടമുണ്ടായെന്നും 1.5 ലക്ഷം രൂപ ചെലവാക്കിയാണ് വയറിംഗ് പൂർണ്ണമായും മാറ്റിയത് എന്നും വീട്ടുടമ പറഞ്ഞു. തൊട്ടടുത്ത വീടുകളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഉപ്പുവെള്ള ഭീഷണിയെ തുടർന്ന് ഏനാമാവ് റെഗുലേറ്ററിനോട് ചേർന്ന് താൽക്കാലിക വളയം കെട്ട് നിർമ്മാണം തുടങ്ങി. ഏനാമാവ് പുഴയിൽ നിന്നും ഫെയ്സ് കനാൽ വഴി പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനാണ് റെഗുലേറ്ററിനോട് ചേർന്ന് താൽക്കാലിക വളയം കെട്ട് നിർമ്മിക്കുന്നത്. റെഗുലേറ്ററുകളുടെ ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചാണ് വളയം കെട്ട് നിർമ്മാണം നടക്കുന്നത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഏനാമാക്കൽ റെഗുലേറ്റർ നവീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും നടപടിക്രമങ്ങൾ ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല. താൽക്കാലിക വളയം കെട്ടുകൾ മഴക്കാലത്ത് പൊളിച്ചു കളയുന്നതുവഴി ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും സർക്കാർ പാഴാക്കുന്നത്.
തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിലെ യഥാർത്ഥ വിവരം വനം വകുപ്പും സുവോളജിക്കൽ പാർക്ക് അധികൃതരും പുറത്തുവിടണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിക്കരുതെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറി എം പീതാംബരൻ ആവശ്യപ്പെട്ടു. ചന്ദ്രാപിന്നിയിൽ യുവാവിനെ അസഭ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ പ്രതികളായ സഹോദരങ്ങൾ അറസ്റ്റിൽ. കണ്ണനാംകുളം സ്വദേശികളായ ഏറാക്കൽ വീട്ടിൽ സായൂജ്, ബിനോജ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയ വൈരാഗ്യത്തിൽ ഇക്കഴിഞ്ഞ 5-ന് കണ്ണനാംകുളം സ്വദേശി ഗിരീഷിനെ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കേസിലാണ് നടപടി. കയ്പമംഗലം SI ഋഷി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിലെ വിശേഷാൽ കച്ചേരികൾ തുടരുന്നു. വേദിയിൽ അപൂർവമായ സംഗീതാനുഭവം പകർന്ന ഡോക്ടർ സുരേഷ് വൈദ്യനാഥൻ ആസ്വാദകരുടെ മനം കവർന്നു. മൃദംഗത്തിന്റെയും തബലയുടെയും സ്വരങ്ങൾ വാഗൊണ്ട് പാടുന്ന രീതിയായ കൊന്നക്കോൽ എന്ന സംഗീത രീതിയിൽ മൃത്വിക വൈഭവം എന്ന പേരിൽ കർണാട്ടിക് ഫ്യൂഷൻ തീർത്താണ് ഇദ്ദേഹം ആസ്വാദകരെ വിസ്മയിപ്പിച്ചത്. ഗുരുവായൂരപ്പനെ എന്ന കീർത്തനം ഗൗളരാഗത്തിലും ബാലകൃഷ്ണൻ പദമലർ എന്ന കീർത്തനം ധന്യാസി രാഗത്തിലും അവതരിപ്പിച്ചു. തുടർന്ന് കാളിയമർദ്ദനം രാഗം താനം പല്ലവി ഗരഹരപ്രിയ രാഗത്തിലും അവതരിപ്പിച്ചു. പത്മനാഭ പ്രഭോ പാഹിമാം എന്ന പല്ലവിയും അവതരിപ്പിച്ചാണ് കച്ചേരി അവസാനിപ്പിച്ചത്. ആലാപനത്തിൽ അക്ഷയ് പത്മനാഭനും കൂട്ടായി. ഡോക്ടർ ബദ്രിനാരായണൻ വയലിനിലും രക്ഷിതാ രമേശ് വീണയിലും അരവിന്ദ് രഘുരാമൻ മൃദംഗത്തിലുമായി പക്കമേളമൊരുക്കി. അപേക്ഷ അപാലയുടെയും ഡോക്ടർ ശ്രീദേവ് രാജഗോപാലിന്റെയും കച്ചേരികളും വിസ്മയമായി. TCV ന്യൂസ്, ഗുരുവായൂർ. കൂടുതൽ കലോത്സവ വാർത്തകളിലേക്ക്. ഗ്രാമീണ തനിമയോടെ നാടോടി നൃത്തവേദി. കലോത്സവത്തിൽ ഏറ്റവും ജനപ്രിയ ഇനങ്ങളിലൊന്നായ നാടോടി നൃത്ത മത്സരം കാണികൾക്ക് സമ്മാനിച്ചത് ദൃശ്യവിരുന്നിനൊപ്പം സ്വന്തം വേരുകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കുകൂടി. നാടൻപാട്ടിൻ്റെ ശീലുകൾക്കൊപ്പം ചിലങ്കയണിഞ്ഞ കൗമാരപ്രതിഭകൾ വേദിയിലെത്തിയപ്പോൾ തെളിഞ്ഞത് കേരളത്തിൻ്റെ ഇന്നലെകളാണ്. കൊയ്ത്തുപാട്ടിൻ്റെ താളവും തെയ്യക്കോലവും കാടിൻ്റെ മക്കളുടെ അതിജീവനത്തിൻ്റെ നോവും കൗമാരക്കാർ തങ്ങളുടെ ചുവടുകളിലൂടെ ആവിഷ്കരിച്ചു. പരമ്പരാഗത പ്രമേയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വർത്തമാന യാഥാർത്ഥ്യങ്ങളിലേക്കും മത്സരാർത്ഥികൾ ചുവടുവെച്ചു. പരിസ്ഥിതിനാശവും പ്രകൃതി ദുരന്തങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിലാപങ്ങളും നൃത്തത്തിലൂടെ അരങ്ങിലെത്തി. നാടൻപാട്ടിൻ്റെ ഈരടികൾക്കൊപ്പം കൈകൊട്ടിയും താളം പിടിച്ചും കാണികളും മത്സരത്തിൻ്റെ ഭാഗമായി. കലോത്സവത്തിൽ ശ്രദ്ധ നേടി മംഗലം കളി. നമ്മുടെ തമ്പുരാനോരുളി ഏതൊരു തമ്പുരാനോ, നമ്മുടെ തമ്പുരാനോരുളി കിട്ടാൻ തമ്പുരാനോ, നമ്മുടെ തമ്പുരാനോരുളി എഴുവളമുണ്ടേ, എഴുവളമുമേലെ ഉരുളി ഏഴരക്കാലിനുളി. കാസർഗോഡിന്റെ ഗോത്രകലയായ മംഗലം കളിയുടെ അവതരണം ശ്രദ്ധേയമായി. കാസർഗോഡിലെ മാവില സമുദായത്തിന്റെയും മലവേട്ടുവ സമുദായത്തിന്റെയും കലാരൂപമാണ് മംഗലം കളി. സമുദായത്തിലെ വിവാഹം, കുട്ടികളുടെ കാതുകുത്ത് തുടങ്ങിയ ചടങ്ങുകൾക്ക് അവതരിപ്പിക്കുന്ന കലാരൂപമാണ് മംഗലം കളി. ഗോത്രക്കാർ തങ്ങളുടെ സന്തോഷവും സങ്കടങ്ങളും ഈ കലാരൂപത്തിലൂടെ നൃത്തവും ഗാനവുമായി അവതരിപ്പിക്കുന്നു. കലോത്സവത്തിൽ 12 അംഗങ്ങളുള്ള ഗ്രൂപ്പായാണ് മംഗലം കളി അവതരിപ്പിക്കുന്നത്. പെരുത്തുടിയും പാണിത്തുടിയുമാണ് വാദ്യ ഉപകരണമായി മംഗലം കളിക്ക് ഉപയോഗിക്കുന്നത്.
ഗോത്ര സമുദായത്തിൽ 60 കഴിഞ്ഞ പുരുഷന്മാരും സ്ത്രീകളുമാണ് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കലാരൂപം അവതരിപ്പിക്കുക പതിവുള്ളത്. കലോത്സവങ്ങളിൽ ഈ ഗോത്രകലയുടെ ചെറിയ രൂപം മാത്രമാണ് 15 മിനിറ്റിൽ അവതരിപ്പിക്കുന്നത്. യൂട്യൂബ് നോക്കി പഠിച്ച് ലളിതഗാനത്തിൽ പ്രാർത്ഥനയ്ക്ക് 1ാം സ്ഥാനം. ഇനി ഒരു കൊച്ചു മിടുക്കിയെ പരിചയപ്പെടാം. കലോത്സവം ലളിതഗാനം UP വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ പ്രാർത്ഥനക്കുട്ടി. പ്രാർത്ഥന മച്ചാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആദ്യമായാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യമായി തന്നെ പാടി നേടി. പ്രാർത്ഥനക്കുട്ടിയുടെ പാടിയ പാട്ടിൻ്റെ വരികളൊന്ന് നമുക്ക് കേൾക്കാം. സൗവർണിക മീട്ടും പ്രണവാമൃത മന്ത്രം ചൈത്രവിഭാത സ്മൃതികളിൽ നിറയും ചൈത്രവിഭാത സ്മൃതികളിൽ നിറയും സൗമ്യോദാത്തമാം ഗീതം. വളരെ നന്നായിട്ടുണ്ട്. ഇനി ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഈ പാട്ട് പ്രാർത്ഥന യൂട്യൂബിൽ നിന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കുകയായിരുന്നു അല്ലേ? അങ്ങനെ കണ്ടുപിടിച്ച് പാട്ട് പഠിച്ചതാണ്. തിരുത്തി കൊടുക്കാൻ ടീച്ചർ ഉണ്ടായിരുന്നു അല്ലേ? സ്കൂളിലെ ടീച്ചർ ഉണ്ടായിരുന്നു. എന്താ ടീച്ചറുടെ പേര്? ഗീത ടീച്ചർ തിരുത്തി കൊടുത്തു. എന്തായാലും യൂട്യൂബിൽ നിന്ന് ആ ഗാനം തിരഞ്ഞ് കണ്ടെത്തി പഠിച്ച് അതിന് ശേഷമാണ് കലോത്സവത്തിലെത്തിയത്. ആദ്യം സ്കൂളിൽ 1ാം സ്ഥാനം നേടി, പിന്നീട് കലോത്സവത്തിലെത്തി 1ാം സ്ഥാനം നേടിയത്. എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനക്കുട്ടിക്ക്. പ്രാർത്ഥനക്കുട്ടി വേദിയിൽ പാടുന്ന ആ ദൃശ്യം കൂടി TCB ക്യാമറമാൻ ഷിബി പോട്ടോർ പകർത്തിയിരുന്നു. ആ പാട്ടുകൂടി പ്രേക്ഷകർ കേൾക്കട്ടെ അല്ലേ? കാലത്തിൻ കനിയുള്ള കൈവിരലായി കാവ്യങ്ങൾ എഴുതുന്ന തീരം, കാലത്തിൻ കനിവുള്ള കൈവിരലായി കാവ്യങ്ങൾ എഴുതുന്ന തീരം, സർഗമായൂരങ്ങൾ പൊൻപീലിളനീർത്തി, സർഗമായൂരങ്ങൾ പൊൻപീലിളനീർത്തി നടനമാടുന്ന ജാലം. കലോത്സവത്തിന് വേദിയായ ഡോൺ ബോസ്കോ സ്കൂളിലെ വേദി 5ലെ കലാമത്സരങ്ങൾ പൂർത്തിയാക്കി പന്തൽ പൊളിച്ചതോടെ കായിക പരിശീലനവുമായി വിദ്യാർത്ഥികൾ മൈതാനത്തിറങ്ങി. ഡോൺ ബോസ്കോ സ്കൂളിലെ വേദി 5ൽ കലാമത്സരങ്ങൾ പൂർത്തിയാക്കി പന്തൽ പൊളിച്ചതോടെ കായിക പരിശീലനവുമായി വിദ്യാർത്ഥികൾ മൈതാനത്തിറങ്ങി. കലോത്സവത്തിന് നാടക മത്സരത്തിനുള്ള വേദിയുടെ പന്തലൊരുക്കിയിരുന്നത് സ്കൂൾ മൈതാനത്തായിരുന്നു. 5 ദിവസമായി മൈതാനത്ത് പന്തലായതിനാൽ കായിക പരിശീലനവും നിർത്തിവച്ചിരിക്കുകയായിരുന്നു. വ്യാഴാഴ്ചയാണ് നാടക മത്സരങ്ങൾ അവസാനിച്ചത്. മത്സരം കഴിഞ്ഞ ഉടനെ പന്തൽ പൊളിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനത്തിന് സൗകര്യമൊരുങ്ങി. മോഹിനിയാട്ടം ഹൈസ്കൂൾ വിഭാഗത്തിൽ PJ ഋതിക 1ാം സ്ഥാനം നേടി. പെരുമ്പിലാവ് TMVHSSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഋതിക 1ാം സ്ഥാനം നേടിയത്. കേരള നടനത്തിലും ഋതിക 1ാം സ്ഥാനം നേടിയിരുന്നു. അമ്മ ഷൈമ ജ്യോതിഷ് കുമാർ 2000-2001 വർഷങ്ങളിൽ സംസ്ഥാന കലോത്സവത്തിൽ മോഹിനിയാട്ടം, കേരള നടനം, ഓട്ടൻതുള്ളൽ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ,
പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പഴയന്നൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PC മനോജ് BJPയിൽ ചേർന്നു. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യം അംഗത്വം നൽകി സ്വീകരിച്ചു. മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. TH അരുൺ, PV വൈദ്യനാഥൻ, R മണികണ്ഠൻ, ശശി വെന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ തർക്കമുള്ള സീറ്റുകളിലേക്ക് തീരുമാനമായി. 1-ാം വാർഡിലും ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളിലേക്കുമുള്ള തർക്കമുണ്ടായിരുന്നത്. 1-ാം വാർഡ് സ്ഥാനാർത്ഥിയായി MM സലീമിനെ DCC തീരുമാനിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷനിലേക്ക് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി ജോണും, ചിറ്റണ്ട ഡിവിഷനിലേക്ക് ചന്ദ്രപ്രകാശ് ഇടമനയും, മങ്ങാട് ഡിവിഷനിലേക്ക് അമൃത ഷിജുവും മത്സരിക്കും. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി റീന വർഗീസ് ജില്ലാ കളക്ടർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, MC ഐജു, സുജാത തുളസി എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ചാലക്കുടി മണ്ഡലത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പണമെറിഞ്ഞ് അട്ടിമറിക്കാൻ സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുവെന്ന് LDF മണ്ഡലം ഭാരവാഹികൾ ആരോപിച്ചു. ഇതിനായി MLA അവിഹിത മാർഗത്തിൽ വലിയ തോതിൽ പണം ശേഖരിച്ചിട്ടുണ്ട്. തദ്ദേശ വാർഡുകളിൽ സീറ്റ് നൽകുന്നതിന് MLA വൻതോതിൽ കോഴ വാങ്ങിയെന്നും DCC ജനറൽ സെക്രട്ടറി തന്നെ വെളിപ്പെടുത്തിയത് ഇതിന് തെളിവാണെന്നും LDF നേതാക്കൾ പറഞ്ഞു. CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ, CPI ചാലക്കുടി മുനിസിപ്പൽ സെക്രട്ടറി അനിൽ കദലിക്കാടൻ, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. LDF പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷൻ നടത്തി. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ശ്രേയസ് ചെറിയത്ത് അധ്യക്ഷനായി. നേതാക്കളായ CK ഗിരിജ, TP രഘുനാഥ്, KB ഹൈദ്രോസ്, CD അനസ് എന്നിവർ സംസാരിച്ചു. നാട്ടിക പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രകടനമായി എത്തിയാണ് പത്രിക നൽകിയത്. അനിൽ പുളിക്കൽ, AT നേന, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, സുനിൽ ലാലൂർ, KA കബീർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയിൽ 3 മുന്നണികളിലുമായി 138 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിരവധി വിമതരും പത്രിക നൽകിയിട്ടുണ്ട്. CPI വിട്ട അഭിലാഷ് ചന്ദ്രൻ 17-ാം വാർഡിൽ സ്വതന്ത്രനായി രംഗത്തുണ്ട്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് മത്സരിക്കുന്ന 38-ാം വാർഡിൽ CPM വിമതയായി ലിസി ബൈജുവും മത്സരത്തിനിറങ്ങി. കോൺഗ്രസ് കൗൺസിലറായിരുന്ന PS രാജൻ 10-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. BJP ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന C സുമേഷ് കുമാറാണ് NDA വിമതൻ. BJPയുടെ സിറ്റിംഗ് സീറ്റായ 34-ാം വാർഡിലാണ് സുമേഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മുള്ളൂർക്കര പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചതായി പരാതി. 1-ാം വാർഡിലെ KM അബ്ദുൾ മജീദിന്റെയും 5-ാം വാർഡിലെ KA മുഹിയുദ്ദീന്റെയും ബോർഡുകളാണ് നശിപ്പിച്ചത്. സംഭവത്തിൽ UDF നേതാക്കൾ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. ബോർഡ് നശിപ്പിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് നേതാക്കളായ MR നന്ദനൻ, ഡോക്ടർ MS പ്രകാശൻ, K മുരളി, P രാജഗോപാലൻ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. ചാവക്കാട് നഗരസഭയിൽ 227 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF, UDF, BJP, SDPI സ്വതന്ത്രർ എന്നിങ്ങനെയാണ് പത്രിക സമർപ്പിച്ചത്. ചില വാർഡുകളിൽ മുന്നണികൾക്ക് ഭീഷണിയായി വിമതരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. കടപ്പുറം പഞ്ചായത്തിൽ 131 പത്രികയും ഒരുമനിയൂർ പഞ്ചായത്തിൽ 89 പത്രികയുമാണ് സമർപ്പിച്ചത്. പൊയ്യ പഞ്ചായത്തിലെ BJP പ്രതിനിധിയായ 6-ാം വാർഡ് മെമ്പർ അനില സുനിൽ പാർട്ടി വിട്ടു. വാർഡിൽ ആദ്യമായി BJP ജനപ്രതിനിധിയായ അനില ഇനി CPMൽ പ്രവർത്തിക്കുമെന്ന് അറിയിച്ചു. LDF ചാവക്കാട് മുനിസിപ്പൽ കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ,
എ ശിവദാസ്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, AH അക്ബർ, RT ഗഫൂർ, PK സൈതാലിക്കുട്ടി, KK മുബാറക്ക് തുടങ്ങിയവർ സംസാരിച്ചു. ചെയ്ത പണിയല്ല. മറ്റു വാർത്തകളിലേക്ക്. ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയുമായിരുന്ന MO ജോണിന്റെ 25ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ രക്തദാനവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിങ്ങിന്റെയും NSS സെന്റ് തോമസ് യൂണിറ്റിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TS പട്ടാഭിരാമൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സോളി തോമസ് കവലക്കാട്ട്, പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ഡെയ്സൺ പാണേങ്ങാടൻ, ഡോക്ടർ റീജ ജോൺസൺ, ചേംബർ യൂത്ത് വിംഗ് പ്രസിഡന്റ് സ്റ്റിബിൻ കൊള്ളന്നൂർ എന്നിവർ സംസാരിച്ചു. വള്ളിവട്ടം വില്ലേജിൽ 9 കുടുംബങ്ങൾക്ക് പട്ടയം നൽകാനുള്ള നടപടികൾ സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് വില്ലേജ് ഓഫീസർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. കമ്മീഷൻ അംഗം V ഗീതയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. വിഷയത്തിൽ മുകുന്ദപുരം തഹസീൽദാറിൽ നിന്നും റിപ്പോർട്ട് വാങ്ങിയിരുന്നു. വള്ളിവട്ടം സ്വദേശി TG ധർമ്മരാജൻ സമർപ്പിച്ച പരാതിയിലാണ് നടപടി. നീന്തലിൽ സംസ്ഥാനതലത്തിൽ 1ാം സ്ഥാനവും ദേശീയ തലത്തിൽ 8ാം സ്ഥാനവും കരസ്ഥമാക്കിയ തൃശൂർ മോഡൽ ബോയ്സ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ഗബ്രിയേലിന് സ്വീകരണം നൽകി. സ്കൂൾ പ്രിൻസിപ്പാൾ നിഷ, ഹെഡ്മാസ്റ്റർ അജയ് കുമാർ, PTA പ്രസിഡന്റ് ബഫീഖ് ബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. കോലഴിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ഡോക്ടർ പടി, നാരായണ സ്ട്രീറ്റ് എന്നിവിടങ്ങളിലാണ് തെരുവുനായ്ക്കൾ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നത്. തെരുവുനായ്ക്കളെ പിടികൂടാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ദേവസ്വം എംപ്ലോയീസ് അസോസിയേഷനും ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷനും സംയുക്തമായി വിളക്ക് ആഘോഷിച്ചു. കാഴ്ചശിവേലിക്ക് കൊമ്പൻ ശ്രീധരൻ കോലമേറ്റി. പറമ്പന്തള്ളി വിജേഷ് മാരാരുടെ മേളം അകമ്പടിയായി. സന്ധ്യയ്ക്ക് ദീപക്കാഴ്ചയും ഉണ്ടായിരുന്നു. രാത്രി ചുറ്റുവിളക്കിന് ഗുരുവായൂർ കൃഷ്ണകുമാർ, ഗുരുവായൂർ മുരളി എന്നിവരുടെ വിശേഷാൽ ഇടയ്ക്ക നാഗസ്വരമേളം അകമ്പടിയായി. വിളക്കെഴുന്നള്ളിപ്പിന്റെ 4ാം പ്രദക്ഷിണത്തിൽ വിളക്കുമാടത്തിൽ നറുനെയ് ദീപപ്രഭ ചൊരിഞ്ഞു. വിളക്കാഘോഷത്തിന്റെ 22ാം ദിവസമായ ശനിയാഴ്ച തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ വകയായി ഏകാദശി വിളക്ക് ആഘോഷിക്കും. ശബരിമലയിൽ ഭക്തർക്കാവശ്യമായ കുടിവെള്ളം പോലും ഒരുക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെയും സ്വർണ്ണക്കൊള്ളക്കേസിന് ഉത്തരവാദികളായ മുഖ്യമന്ത്രിയും മുൻമന്ത്രിയും MLAയുമായ കടകംപള്ളി സുരേന്ദ്രനും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നെല്ലുവായി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, ചന്ദ്രപ്രകാശ് ഇടമന, KR രാധിക, MK ജോസ്, NK കബീർ, MM സലീം, AU മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. സൂര്യഭാരതി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭങ്ങളായ സൂര്യഭാരതി ഇൻഷുറൻസ് ബ്രോക്കിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് ഓഫീസിന്റെയും MK ബ്രൻഡ് ക്രൂഡിന്റെയും ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. തൃശൂർ നായ്ക്കിനാൽ AR മേനോൻ റോഡിൽ ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗിലാണ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. സിനി ആർട്ടിസ്റ്റ് ലക്ഷ്മി ഗോപാലസ്വാമി, സൂര്യഭാരതി ഗ്രൂപ്പ് ചെയർമാനും SB ഇൻഷുറൻസിന്റെയും MK ബ്രൻഡിന്റെയും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KP മനോജ് കുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ SB ഇൻഷുറൻസ് ഡയറക്ടർ അജിത് കുമാർ, കേശവദാസ്, ജയകൃഷ്ണൻ, ഷബ്ന, ജനറൽ മാനേജർ മഹേഷ് വാര്യർ, ചീഫ് മാനേജർ പൂജ തുടങ്ങിയവർ സംസാരിച്ചു. NITC ഡയറക്ടർമാരായ വിദ്യാസാഗർ, KV മധു, സന്തോഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ, ജയകുമാർ, ചിന്തു സതീശൻ, ഇന്ദിര വിജയൻ, ശശികുമാർ, ബാലൻ കണിമംഗലം, അനുരാഗ് അശോകൻ, PV സജീവ്, മനോജ് താമത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. സാധാരണക്കാർക്കും താങ്ങാവുന്ന നിരക്കിൽ സമഗ്രമായ കവറേജ് ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുക എന്നതാണ് SB ഇൻഷുറൻസിന്റെ ലക്ഷ്യം. ലൈഫ് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസ്, റീ ഇൻഷുറൻസ് എന്നിങ്ങനെ ഈ മേഖലയിലെ എല്ലാവിധ സേവനങ്ങളും ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുമായുള്ള സഹകരണത്തോടെ SB ഇൻഷുറൻസിൽ ലഭ്യമാണ്. ഏറ്റവും മികച്ച സ്കീമുകൾ ഏറ്റവും മിതമായ നിരക്കിൽ ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. MK ബ്രൻഡ്
ക്രൂഡ് ട്രേഡിംഗ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ സൂര്യഭാരതി ഗ്രൂപ്പ് ക്രൂഡ് ഓയിൽ മേഖലയിലേക്കും സംരംഭക നിക്ഷേപം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. സൂര്യഭാരതി ഫൗണ്ടേഷന്റെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന 100ഓളം ശാഖകൾ 500-ൽ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് സൂര്യഭാരതി ഗ്രൂപ്പ് CMD KP മനോജ് കുമാർ പറഞ്ഞു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,410 രൂപ, പവന് 91,280 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. പുത്തൻചിറയിൽ 2020 പാർട്ടി പ്രതിനിധിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചില്ല. പൊട്ടിക്കരഞ്ഞ് സ്ഥാനാർത്ഥി. ചാലക്കുടിയിൽ ഇരുമുന്നണികൾക്കും വിമതശല്യം രൂക്ഷം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച. ഇരിഞ്ഞാലക്കുടയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് അല്പസമയത്തിനകം കൊടിയിറങ്ങും. കപ്പിൽ മുത്തമിടാൻ ഇരിഞ്ഞാലക്കുട. സമഗ്ര കവറേജിനുള്ള പുരസ്കാരം TCVക്ക്. വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചുപിടിക്കാനെത്തിയ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ആലുവ പാനായിക്കുളം സ്വദേശി സോളമനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കാറിന്റെ ബോണറ്റ് പിടിച്ച് തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച സോളമനെയും കൊണ്ട് കാർ ഓടിച്ചത് 7 കിലോമീറ്ററോളം. മാള പോസ്റ്റ് ഓഫീസിന്റെ കെട്ടിടത്തിന് തീപിടിച്ചു. ഫയലുകളും ഫർണിച്ചറും കത്തിനശിച്ചു. കയ്പമംഗലത്ത് അമിത വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് വീടിനുള്ളിലെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.